ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് മഹീന്ദ്രയുടെ വണ്ടികൾ സെയിൽസ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ, അതും പ്രത്യേകിച്ച് 20 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങളുടെ സെയിൽ എടുക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഓരോ വണ്ടികൾ ഇപ്പോൾ XUV 7X ആയിട്ട് നമുക്കിപ്പോൾ 700 ഫേസ് ലിഫ്റ്റ് കിട്ടി. അതിനുശേഷം തന്നെ താറിൻ്റെ 5 ഡോർ ആയിട്ട് താർ റോക്സ് കിട്ടി. 3 ഡോർ താറിലും ചെറിയ അപ്ഡേറ്റ് ഒക്കെ കിട്ടി. എന്തായാലും അതിനൊക്കെ ശേഷം ഇനി സ്കോർപിയോ എന്നിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് അവർ ഇപ്പോൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാലമായിട്ട് ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ടെസ്റ്റിംഗ് ഇമേജസ് എല്ലാം കുറച്ചും കൂടെ ഒന്ന് ഇതായപ്പോഴേക്കും നമുക്കിതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനും കിട്ടി തുടങ്ങി. എന്തൊക്കെയാണ് ഇതിനകത്ത് ചേഞ്ചസ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പുതിയത് വരുന്നത്, അങ്ങനത്തെ കുറേ അപ്ഡേറ്റ്സ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും നമുക്ക് ജസ്റ്റ് നോക്കാം ഈ വാഹനത്തിലെ മാറ്റങ്ങൾ എന്താ വന്നിരിക്കുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളിപ്പോൾ 700യും 7XOയും പറഞ്ഞ സമയത്ത് അതിൻ്റെ അകത്ത് പിന്നെയും കുറച്ചും കൂടെ ആക്ച്വലി ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ നമുക്ക് ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈനിലൊക്കെ കുറച്ച് ചേഞ്ചസ് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്തുള്ള എലമെൻസിലും DRLസിലെ എലമെൻസിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. താഴത്തേക്ക് നമ്മൾ ബമ്പറിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ്സിൻ്റെ ചുറ്റും വരുന്ന ആ ഒരു C ഷേപ്പ് സംഭവമൊക്കെ ഇപ്പോഴും ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ മാറ്റായിരുന്നു, പക്ഷേ ഇനി അതൊക്കെ റീറ്റെയിൻ ചെയ്തു. അതുപോലെ നമ്മൾ അലോയ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ 18 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് അവർ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. പൊതുവേ ഇപ്പോൾ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ 19 ഇഞ്ചൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. 7XOയിൽ മഹീന്ദ്ര 19 ഇഞ്ച് തന്നെയാണ് കൊടുത്തത്. നമുക്ക് ഈവൻ CRL വരെ 19 ഇഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു ലാഡ് ഫ്രീ വണ്ടി ആയതുകൊണ്ടും ഇതിനകത്ത് വെറുതെ 19 ഇഞ്ച് വീൽസ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു ബമ്പിനെസ് ഒന്ന് കൂടുകയുള്ളൂ. അതുകൊണ്ടായിരിക്കണം ഒരു 18 ഇഞ്ച് വെച്ച് തന്നെ പോയിട്ടുള്ളത്. റൈറ്റ് ക്വാളിറ്റിയും നമുക്ക് കോംപ്രമൈസ് ആവില്ല. പിന്നെ ഓൾറെഡി ഇതിനകത്ത് ഫ്രീക്വൻസി സെലക്ടഡ് ഡാംബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ റിയർ ഡിസൈൻ നമുക്ക് ആസച്ച് അങ്ങനെ വലുതായിട്ട് ലീക്കായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആക്ച്വലി വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അവരിപ്പോൾ 7XOയിലാണെങ്കിലും ഫേസ് ലിഫ്റ്റ് ഇറക്കിയപ്പം റിയർ ഡിസൈൻ എല്ലാം എക്സാക്ട്ലി സെയിം ആയിരുന്നു. ടെയിൽ ലാമ്പ്സിൻ്റെ അകത്തുള്ള കുറച്ച് എലമെൻസിൽ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയുടെ കേസിലും വളരെ സിമിലർ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ റിയർ ഡിസൈനിലും അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ സൈഡിലാണെങ്കിലും ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ലൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് അങ്ങനെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് അത്യാവശ്യം ചെറിയ കുറച്ച് വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും ആവശ്യമുള്ള വ്യത്യാസങ്ങളാണ് എന്നൊരു രീതിയിൽ പറയാം. ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസം വന്നിട്ടില്ല. 7XOയുടെ കേസിൽ അതങ്ങനെ അല്ലായിരുന്നു. അവർ ഡാഷ്ബോർഡ് മൊത്തം മാറ്റി XUV 9ലും 9Sലും ഒക്കെ കണ്ട അതേ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടൊക്കെ ഉള്ള ഡാഷ്ബോർഡാണ് കൊടുത്തത്. ഈ വണ്ടിയുടെ കാര്യത്തിൽ പക്ഷേ നമുക്ക് ഫീച്ചേഴ്സ് കുറച്ചുകൊണ്ട് അഡീഷണൽ ആഡ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ആ ഒരു എന്താ പറയുന്ന ഒരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു ഗൺമെറ്റൽ ഫിനിഷ് ടൈപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് പറയാനാണെങ്കിൽ പുതിയ 10.25 ഇഞ്ച് അല്ലെങ്കിൽ 12.3 ഇഞ്ച് വരെ സൈസ് വരാൻ പറ്റുന്ന മാക്സിമം ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നടുവിൽ വന്നിട്ടുണ്ട്. നേരത്തെ 8 ഇഞ്ചസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റർ കൺസോളിൻ്റെ ഒരു ഡിസൈനിൽ ചെറിയൊരു റീഡിസൈൻ കാണാൻ പറ്റും, വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കുപൈ ചെയ്യാനായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ക്ലസ്റ്റർ ആണെങ്കിലും നമുക്ക് ഏകദേശം 10.25 ഇഞ്ച് സൈസ് കിട്ടുന്ന താർ റോക്സിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ക്ലസ്റ്ററാണ് ഈ വണ്ടിയിലും കിട്ടാൻ പോകുന്നത്. ഏതായാലും മഹീന്ദ്ര സ്റ്റിയറിംഗ് മാറ്റിയിട്ടില്ല. അവർ 7XOയുടെ കേസിൽ സ്റ്റിയറിംഗ് പുതിയ ആ ഒരു 2 സ്പോക്ക് ആക്കിയായിരുന്നു. അതെന്തായാലും ഈ വണ്ടിയുടെ കേസിൽ ചെയ്തിട്ടില്ല. പഴയ 3 സ്പോക്ക് ആ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് ആക്ച്വലി നല്ലതാണ്. കാരണം 7XOയിലെ സ്റ്റിയറിംഗ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആംറെസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു മോക്ക ബ്രൗൺ കളർ ഇൻറ്റീരിയർ ആണ് ഇതിൻ്റെ ക്യാബിനിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC വരുന്നുണ്ട്. പുതിയ ഫീച്ചേഴ്സായിട്ട് 360 ഡിഗ്രി ക്യാമറ ആഡ് ആയിട്ടുണ്ട്. നേരത്തെ ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാനോറാമിക് സൺറൂഫ് ഈ വാഹനത്തിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് നേരത്തെ ഇല്ലാതിരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ലെവൽ 2 അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഈ വണ്ടിയിൽ വരും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി അതല്ലാതെ റിയർ സീറ്റ് സ്പേസും അതുപോലെ തേർഡ് റോ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊന്നും വേറെ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരങ്ങനെ ഒരുപാട് നമ്മുടെ ക്യാബിൻ എക്സ്പീരിയൻസിൽ ഫീച്ചേഴ്സ് അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഓൾറെഡി റിയർ സീറ്റ് വെന്റിലേഷനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് കാലം മുന്നേ ഒരു അപ്ഡേറ്റിൽ കൊടുത്താണ്. അതൊക്കെ എന്തായാലും ഇനിയും ക്യാരി ഓവറായിട്ട് തന്നെ വരും. പിന്നെ വയർലെസ് ചാർജിങ് അങ്ങനത്തെ ബേസിക് സാധനങ്ങളെല്ലാം ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് എല്ലാം ഡെഫിനറ്റ്ലി ഈ വണ്ടിയിലുണ്ടാവും. അതൊന്നും പോകില്ല. പക്ഷേ അതിന് പുറമേ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ ആഡ് ആവും എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പിക്കപ്പിൻ്റെ ഇൻറ്റീരിയർ ആണ് നിങ്ങൾ ആക്ച്വലി ക്ലാരിറ്റിയുള്ള ഫോട്ടോസിൽ കണ്ടത്. നമുക്ക് സ്കോർപിയോ ബേസ്ഡ് ആയിട്ടുള്ള പിക്കപ്പും അവർ ഇതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ 2025 എക്സ്പോയിൽ കാണിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ഇന്ത്യയിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങ് ഓസ്ട്രേലിയയിലും അവർ വണ്ടി ഇടയ്ക്ക് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെയും ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മെയിനായിട്ട് ഈ വണ്ടി അവരുടെ ഒരു വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മഹീന്ദ്ര ഇറക്കുന്നത്. പിന്നെ സ്കോർപിയോ ആസച്ച് അവർ ഓസ്ട്രേലിയയിൽ ഇറക്കുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സെയിൽസ് ഉണ്ട്. അവരവിടെ അതിനെ ഫോർച്യൂണറൊക്കെ വെച്ചിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. സോ അത്യാവശ്യം മാർക്കറ്റ് മഹീന്ദ്രയ്ക്ക് ആക്ച്വലി ഓസ്ട്രേലിയൻ മാർക്കറ്റിലുണ്ട്. XUV
700 വെച്ചായാലും അതുപോലെ സ്കോർപ്പിയൻ വെച്ചായാലും. ഇനിയിപ്പോൾ ഈ ഒരു പിക്കപ്പും കൂടെ ഇറക്കുമ്പോഴേക്കും, ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ പിക്കപ്പ് കൾച്ചർ അവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. സോ അവർ അങ്ങനത്തെ മാർക്കറ്റ്സിനെ കണ്ടിട്ടാണ് ഈ പിക്കപ്പ് ആക്ച്വലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി മഹീന്ദ്രയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പിക്കപ്പ് അവർക്ക് ഇന്ത്യയിൽ ഇറക്കി അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാർക്ക് അത്യാവശ്യം ഒരു ആസ്പിറേഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇറക്കാൻ പറ്റുവാണെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഒരു പിക്കപ്പ് കൾച്ചർ തുടങ്ങാനുള്ളൊരു കഴിവ് മഹീന്ദ്രയ്ക്ക് ഉണ്ട്. അവർ ഇതുപോലെ തന്നെ നമ്മുടെ 700 ആയിക്കോട്ടെ, ഈവൻ സ്കോർപ്പിയൻ ആയിക്കോട്ടെ, അങ്ങനെ പല പല SUV വെച്ചിട്ട് കഴിവ് കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പം മഹീന്ദ്ര ഇറക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും ഹിറ്റുമാണ്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണിത്. നമുക്കിവിടെ പൊതുവേ ഇന്ത്യയിലെ പിക്കപ്പ് കൾച്ചർ അത്ര സ്ട്രോങ് അല്ല. ഈവൻ ടൊയോട്ട വരെ വണ്ടി ഇറക്കാൻ നോക്കിയിട്ട് പോലും അധികം ആൾക്കാരൊന്നും വാങ്ങുന്നില്ല. അതുകൊണ്ട് ഹൈലക്സിൽ തന്നെ ഒരു ഏകദേശം 5 to 10 ലക്ഷം രൂപ വരെയൊക്കെ ഒരു സമയത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ വണ്ടിയും വിറ്റുകൊണ്ടിരുന്നത്. ഫോർച്യൂണറിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്കും കുഴപ്പമില്ല. മഹീന്ദ്രയുടെ കേസിൽ സ്കോർപ്പിയനൊക്കെ ഒരു മാസം 15,000-ന് മുകളിലാണ് വിൽക്കുന്നത്. അതുകൊണ്ട് ഈ സൈസിലുള്ള ഈ പ്രൈസിലുള്ള ഒരു വണ്ടിക്ക് അത്രയും സെയിൽസ് വരാമെന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഗംഭീര കാര്യമാണ്. അതുകൊണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഈ റേഞ്ച് എക്സ്പാൻഡ് ചെയ്യാൻ സ്കോർപ്പിയൻ ബേസ്ഡ് ആയിട്ടുള്ള പിക്കപ്പ് വേറെ പേരിട്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വണ്ടി ഇറക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈനപ്പ് ആയേനെ മഹീന്ദ്രയ്ക്ക്. അവർ ഓൾറെഡി പണ്ട് സ്കോർപ്പിയോ ഗെറ്റവേ ഇറക്കി ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ അന്ന് ഇത്രയും ഒരു ഫാൻ ബേസ് അന്നും ഉണ്ടായിരുന്നു. പക്ഷേ സെയിൽസ് നമ്മൾ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ മഹീന്ദ്രയ്ക്ക് ഇത്രയും വോളിയം ഇല്ലായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് അതുപോലെ വണ്ടി ഇറക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. അവർക്ക് പിക്കപ്പ് വെച്ച് ട്രൈ ചെയ്യാമെന്നുള്ളത്. ബാക്കി സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും എന്താണ് സംഭവം. പക്ഷേ നമുക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ട് ആക്ച്വലി നല്ലൊരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ഇവിടെ ഇല്ല. അതും കൂടി ആവാം ചിലപ്പം ആൾക്കാർ ആ ഒരു പിക്കപ്പ് കൾച്ചറിലേക്ക് പോവാതിരിക്കാനുള്ള റീസൺ. നമുക്ക് കൂടുതലും ബൊലേറോ ക്യാമ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ ബൊലേറോ പിക്കപ്പ്, മറ്റേ ഫ്ലീറ്റ് ഓപ്പറേഷൻസിൽ പോകുന്ന പിക്കപ്പ് ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഇസൂസുവിൻ്റെയും ഡിമാക്സ് വരുന്നുണ്ട്. പക്ഷേ വി ക്രോസ് എടുക്കുന്ന ആൾക്കാർ കുറവാണ്. കൂടുതലും മറ്റേ ക്യാബല്ല, അതായത് നമ്മുടെ മറ്റേ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടി, ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടി, അതൊക്കെ ആയിട്ടാണ് ആൾക്കാർ എടുക്കാറുള്ളത്. എനിവേ, ഇനി സ്കോർപ്പിയോ എൻ്റെ ഫേസ് ലിഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മെക്കാനിക്കലി വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സ്കോർപ്പിയോ പിക്കപ്പിലാണെങ്കിലും പെട്രോൾ എഞ്ചിൻ അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഡീസൽ എഞ്ചിൻ സെയിം ആണ്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും നമുക്ക് വണ്ടികളൊക്കെ വരുന്നത്. പവറിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. 175 bhp ആണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവലും അതുപോലെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ സ്കോർപ്പിയൻ്റെ കാര്യത്തിൽ ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. എം സ്റ്റൈലിൻ എഞ്ചിനാണ്. 2 എഞ്ചിൻസ് 4 സിലിണ്ടർ തന്നെയാണ്. പെട്രോൾ വെച്ച് നമുക്ക് 200 PS പവറും 380 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അഗൈൻ 6 സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഈ വണ്ടിയും കിട്ടുന്നത്. സോ മെക്കാനിക്കലി ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സ്കോർപ്പിയൻ ഫേസ് ലിഫ്റ്റ് അവർ ആക്ച്വലി അധികം ലേറ്റ് ആവാതെ തന്നെ ഇറക്കുന്നതായിരിക്കും. മിക്കവാറും നമുക്ക് 2026 തന്നെ ഫസ്റ്റ് ഹാഫിൽ ഈ വണ്ടി കാണാൻ സാധിക്കും. പക്ഷേ സ്കോർപ്പിയോ പിക്കപ്പ് എപ്പോൾ ഇറക്കും എന്നുള്ള കാര്യം അതിപ്പോഴും കൺഫേം ആയിട്ടില്ല. ആക്ച്വലി ഇന്ത്യയിൽ ഇറക്കുമോ എന്നുള്ള കാര്യം തന്നെ ഇപ്പോഴും പ്രോപ്പറായിട്ട് കൺഫേം ആയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അവരത് കാണിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ കാണിച്ചു, പുറത്തും കാണിച്ചു. പക്ഷേ ഇവിടെ ഇറക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സർട്ടനിറ്റി വന്നിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് മഹീന്ദ്രനെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതല്ലാതെ അവർ NUIQ പ്ലാറ്റ്ഫോമിൽ ഇനി ഒരുപാട് വണ്ടികൾ ഇറക്കുന്നുണ്ട്. അത് ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ എക്സിസ്റ്റിംഗ് വണ്ടികൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എനിവേ, എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തിലുള്ള അഭിപ്രായം എന്നൊക്കെ തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അങ്ങോട്ട് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.